എന്താ പെണ്ണേ, ഇവിടെ കുയിലുകൾക്കൊക്കെ ഒരു ജലദോഷം, ശബ്ദം വല്ലാതെ അടച്ചിരിക്കുന്നു. ആരാണ് മതിൽ പൊക്കി നോക്കുന്നത്? അത് സ്വാമി ആടലോടകത്തിന്റെ ഇല പറിക്കാൻ വന്നതാ. അപ്പോൾ എന്നു മുതലാണാവോ മതിലിന്റെ ഉച്ചയിൽ ആടലോടകത്തിന്റെ ഇല കിളിക്കുന്നത്? അയ്യോ, ഇത് മതിലായിരുന്നു. എടാ ചിപ്പു, ഇത് മതിലാടാ. നിനക്ക് എന്ത് തോന്നുന്നു? ഈ പെരേടത്തിൽ ആടലോടത്തിന്റെ ഇല ഇരിക്കാ? അയ്യോ ഇല്ല. എന്നാ എഴുതിരിക്കേ? അതെ, ഞാൻ ആരാധിക്കുന്ന ദൈവത്തിന്റെ പേരാ. അത് തെരീത് വെള്ളക്കാരൻ ദൈവമാ? ഒന്നിക്കണേ, ഇതൊന്ന് വായിച്ചു തരണേ. ഞാൻ തന്നെ എഴുതിയതാ, പക്ഷെ എനിക്ക് ഇംഗ്ലീഷ് അറിയത്തില്ല. ശ്യാം, ഇതൊരു പേരാണല്ലോ. ആ, മതിലിന്റെ പുറത്ത് ഇല പറിക്കാൻ കയറിയ ഒരു വാനറിന്റെ പേരാ. പക്ഷേ അവൻ ഇല പറിച്ചു. കരയാതെ മോളെ, ഈ വരുന്ന ശനിയാഴ്ച അവന് 28 വയസ്സ് തികയും. അതോടെ അവന്റെ ശനിദശയും തീരും. അത് കഴിഞ്ഞാ നല്ല കാലമാ. അന്ന് ദൈവങ്ങൾക്കൊക്കെ എന്താ വേണ്ടെന്ന് വെച്ചാ ചെയ്തോളൂ, നല്ലത് വരും. അച്ഛന് മരുന്ന് കഴിക്കാറായില്ലേ? ഞാൻ എടുത്തു തരാം. എനിക്ക് ആ പുള്ളിക്കുയിലിന്റെ പാട്ട് തന്നെ കേൾക്കണം. ഇപ്പൊ തന്നെ പാടണോ കുയിലേ? എന്നോട് മിണ്ടണ്ട. എത്ര ദിവസമായി പാടാന്ന് പറയുന്നു. എന്നോട് സ്നേഹമില്ലാത്തോണ്ടല്ലേ? വേണ്ട, പാടണ്ട. കുയിലേ, കുയിലേ. ചതിച്ചു, രക്ഷിക്കണം, ഇല്ലെങ്കിൽ പ്രേമം പൊടിയും. ഒരേ ഒരു പ്ലാസ്റ്റിക് പൊടി ഉടനെ വേണം. ശ്യാം മധുരയിലിരിക്കുക. മധുരയിലിരിക്കല്ലോ, അവിടെ ഇരിക്കട്ടെ. ഇതെന്തൊരു കഷ്ടമാ, എന്നെ കൊണ്ട് പറ്റില്ല. അങ്ങനെ പറയരുത് മാസ്റ്ററെ. ഇനി ഇതെല്ലാം കൂടെ ഇടിഞ്ഞെന്റെ തലയിൽ വീണാലും ശരി, ഈ നാറിയ പണിക്ക് ഞാനില്ല. തീർച്ചയാണോ? അതെ, തീർച്ച. ശരി, തമ്പാട്ടി വഴി അവിഹിതം തമ്പുരാൻകുട്ടി. ആ, പുഴയിൽ ശവം കിടക്കാനായിരിക്കും വിധി. കണ്ണാടി കൊച്ചനെ, ഞാൻ വരാം. പക്ഷേ ഇതെന്റെ അവസാനത്തെ വരവായിരിക്കും. വീണ്ടും എന്നെ ക്ഷണിച്ചാൽ പുഴയിൽ ശവമായിട്ട് കിടക്കുന്നത് അഭേദമെന്ന് ഞാനങ്ങ് തീരുമാനിക്കും. മാസ്റ്ററാണ് സത്യം. ഇനി ഈ പേരും പറഞ്ഞ് ഇങ്ങോട്ട് വരില്ല. ഇതെന്നല്ല, ഒരു കാര്യത്തിനും ഇങ്ങോട്ട് വരണ്ട. എന്താണ് നിർത്തിക്കളത്? താൻ വാടകയ്ക്ക് പാടാൻ നടക്കുന്ന ദുരിതവാസിയാണെന്ന് നാം മറച്ചില്ല. എടോ ഏപ്പോക്കി തനിക്ക് നാണമുണ്ടോ? ഇതിന് ഭേദം ഒരു കത്തി എടുത്ത് ഷെവറൻ ചെയ്യാൻ പോയിക്കൂടോ? നാറി പോവാം, പക്ഷേ സോപ്പ് പതയ്ക്കാൻ ആളില്ല. താൻ കൂടെ വാ. എങ്കിൽ ഒരു തൊട്ടിയും എടുത്ത് തോട്ടുപണിക്ക് പോയിക്കൂടൂ പട്ടി. താൻ സംഗീതത്തിനൊരു മാനക്കാരാണല്ലോ നായ. നായകീയെന്ന് വിളിച്ചാൽ ഇടിച്ചു നിന്റെ കൂമ്പ് ഞാൻ കിടക്കും പെട്ടതേ. പോക്കിരുത്തരം കാട്ടിയതും പോരാ, താൻ എന്നെ ഇടിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുന്നുവോ? എടോ, വരിയിൽ തുണിയുറ്റി വെച്ചിരിക്കുന്നത് കണ്ടാൽ ചുറ്റും നടന്ന് പെണ്ണാണോ എന്ന് മണത്ത് നോക്കുന്ന ശിങ്കാര പഞ്ചാര പട്ടലിനോട് താൻ കൂടുതൽ വാഴൊന്നും അടിക്കണ്ട. അടിച്ചാൽ താൻ എന്ത് ചെയ്യൂടോ? ഓന്ത എന്താ വിളിച്ചേ? ഓന്താം ഒന്നും വിളിച്ചേ? ചെവി കേട്ടില്ല തനിക്ക്? ഓന്താ ഓന്താ നാറിക്കൊന്താ. ഇപ്പൊ എന്താ ചെയ്യാ?
തന്ന ദൈവത്തിനെ അച്ഛനും കൂടെ ഒന്ന് ആരായിച്ചോട്ടെ. വെള്ളക്കാരൻ ദൈവം താനേ ചിലപ്പോൾ സായിപ്പിനെ മരുമോനായിട്ട് കൊണ്ട് തന്നു വരും. എന്റെ ഈശ്വരന്മാരെ എല്ലാം ഭംഗിയാക്കണേ. അച്ഛാ, എല്ലാം ശരിയാവുമെന്ന് എനിക്ക് വിശ്വാസമായി. ഇന്ന് ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ അമ്പലത്തിൽ നിന്ന് മണിയൊച്ച കേട്ടു. ദേവിയുടെ കയ്യിൽ നിന്ന് ഒരു പൂവും താഴേക്ക് വീണു. അദ്ദേഹത്തിന്റെ മനസ്സ് മാറും അല്ലേ അച്ഛാ? ഇന്ന് ഞാൻ വിളമ്പുന്ന അത്താഴവും ഒന്നുമല്ലേ അച്ഛാ? എല്ലാം ശരിയാവും മോളെ, കരയാവും മോളെ. എവിടെ പോയ രാത്രിയില്? ഞാൻ വെള്ളം കുടിക്കാൻ. അതിന് പുറത്തു പോണം. അകത്തില്ലേ? ഉറക്കത്തിൽ എണീറ്റപ്പോ ഓർത്തില്ല.